നോക്കേ നമ്മുടെ പൈനാപ്പിൾ അടിപൊളിയായിട്ട് അടിപൊളി മണമാണ് കേട്ടോ. നമ്മൾ മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് വേഗം മുറിച്ച് കഴിക്കാനായിട്ട് തോന്നുന്നു. അപ്പോൾ ഞാനങ്ങനെ മുള്ളുകൾക്കിടയിൽ നിന്ന് നമ്മുടെ പൈനാപ്പിളിനെ പറിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ബാക്കിയുള്ളവരെ നമുക്ക് കാണാം. ഇതാ കിടക്കുന്ന ഒരാൾ കേട്ടോ. അപ്പോൾ ഒന്ന് മൂത്ത് വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ കൈയിട്ടിട്ട് കുറേ മുള്ളുകൾ കുത്തി. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ ഈ ഒരു ആളെ പറിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു പൈനാപ്പിളിനെ എടുത്തിട്ട് ഈ ഒരു തണ്ടുണ്ടല്ലോ, ഇതാണ് നമ്മളിവിടെ പറമ്പിൽ നട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പൈനാപ്പിൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ. കണ്ട അടുത്ത ഒരാൾ ഇവിടെ വടിയൊക്കെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ താഴത്തേക്ക് വീണ് പോയി കഴിഞ്ഞാൽ ചീഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട്. കണ്ടോ, ഇതൊരാൾ. ഇനി അടുത്ത ഒരാളും കൂടി കണ്ട് ഇനി ഒരാളും കൂടി ഉണ്ട്. നമ്മുടെ ഈ ഒരു വേലിയുടെ അരികിലാണ് അടുത്തൊരാൾ കിടക്കുന്നത് കേട്ടോ. നോക്കിയേ, ഇതാണ് ആള്. പിന്നെ ഇനി ഉണ്ടായി വരുന്ന 1-2 പേരെ നമുക്ക് കാണാം. കണ്ടോ, ഇതാണ് നമ്മുടെ പൈനാപ്പിൾ ഉണ്ടായി വരുന്നതിൻ്റെ മറ്റൊരു ഘട്ടം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വേലിയുടെ അരികിൽ ഞങ്ങൾ കുത്തി വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഈ പൈനാപ്പിളിൻ്റെ മുകളിലുള്ള ഈ തണ്ട് നമ്മൾ നട്ട് പിടിപ്പിച്ചിട്ട് ഉണ്ടായ ആൾക്കാരാണ്. അടുത്ത ചെറിയൊരാളും കൂടി നമുക്ക് ഉണ്ടായി വന്ന് തുടങ്ങണു. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാനായിട്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് പൊട്ടിക്കാനും കഴിക്കാനും ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും നമുക്ക് 10 പൈസ കൊടുക്കാണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കൂ.